പാട്ട് അടിപൊളി പാട്ടാണ്, കുഴപ്പമില്ല, കണ്ടിരിക്കുക. പഴയ എന്ന് പറയണ്ടേ പാവപ്പെട്ടവൻ്റെ ഒരു അടിമത്തത്തിൽ ആസ്പദമാക്കിയിട്ടുള്ളൊരു കഥയും കഥാപാത്രവും. വിക്രം അടിച്ച് പൊളിച്ച് തകർത്ത്. ഒരു വേറിട്ടൊരു കഥാപാത്രമെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ. ഒരു എന്ന് പറയണ്ട് പുതിയ ആശയങ്ങൾക്ക് ചിലപ്പോൾ ഉപകരിക്കുമെന്നറിയില്ല. എന്ന് വെച്ചാൽ പല ആൾക്കാരും ന്യൂ ജൻ എന്നെല്ലാം പറയുന്ന രീതിയിലായിരിക്കുമല്ലോ കാഴ്ചപ്പാട്. പടം കണ്ടിരിക്കുക, നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കഥ മനസ്സിലാക്കുവാനാവുമെന്ന് കുറേ ആൾക്കാർ അങ്ങോട്ട് പായുന്നുണ്ട് ഇങ്ങോട്ട് പായുന്നുണ്ട്, എന്തിനാണെന്ന് തിരിയുന്നില്ല. എൻ്റെ ക്ലൈമാക്സ് ഒക്കെ മോശമൊന്നുമില്ല, നല്ല എന്താ പറയുക, നല്ല വിഷ്വൽസാണ് കണ്ടിരിക്കുക. ഡയറക്ഷൻ, അതിൻ്റെ BGM, പിന്നെ എൻ്റെ വിഷ്വൽസ്, അതിൻ്റെ മേക്കിങ്. പക്ഷേ ഇത് വേറൊരു തീമാണ്, പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല. പണ്ട് കാലത്ത് നടന്നൊരു സംഭവം, അതിപ്പോൾ അതൊരു ഹൊറർ മൂവിയിലായിട്ട് എടുത്തത് ചിത്രം. ആക്ടിങ്ങെല്ലാം നല്ല, പക്ഷേ മലയാളത്തിലായതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് തമിഴിൽ കാണുന്നെങ്കിൽ ഇതിലും നന്നായിട്ട് ഉണ്ടാവും. ശരിക്കും ഒരു അത് തിരിയാനുണ്ട് മലയാളത്തിലേക്ക് ആക്കിയത്. തമിഴാങ്കിൽ എന്നാലും രസമുണ്ടാകുന്നത് കാണാൻ. മൊത്തത്തിൽ പടം കുഴപ്പമില്ല. ഒന്നും മനസ്സിലാവില്ല പടം കണ്ടാൽ, എന്താണ് കഥ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. ഒരു വെറൈറ്റി തീമാണ്. വെറൈറ്റി തീമാന്ന് വെച്ചാൽ വെറൈറ്റി തീം തന്നെയാണ്. നല്ല മേക്കിംഗ് ഒക്കെയാണ്, പക്ഷെ എന്താണ് കഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാവില്ല. മലയാളമാണ് തമിഴ് ഞങ്ങൾ കണ്ടത്? നമ്മൾ മലയാളം, ഇവിടെ മലയാളം കണ്ടു നോക്കുമ്പോൾ അത്ര എഫക്റ്റീവ് അല്ല എന്നാണ്. എഫക്റ്റീവ് അല്ല. മൊത്തത്തിൽ പടം എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി, നല്ല ഡയറക്ഷനാണ്, കൊറിയോഗ്രാഫി, അതുപോലെ മേക്കപ്പ്, സോങ്സ്, പിന്നെ ആ കുട്ടി മരിക്കുന്ന സീന് എല്ലാം അടിപൊളി, സീക്വൻസ് എല്ലാം അടിപൊളിയാണ്. ആവറേജ് പടം, നമ്മളെ മോഹൻലാലിൻ്റെ ഒരു പടം ഇല്ല ഇതിപ്പോൾ ഇറങ്ങി, അതുപോലത്തെ ഒരു പടമാണ്. വൻ വെറൈറ്റിയാണ്. വിക്രം എന്നും പതിവിലും വ്യത്യസ്തമായിട്ടുള്ള റോൾ ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്, സൂപ്പറാണ്, പടം ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ പടം ഒരു ആവറേജ്.